ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. ഞങ്ങൾ രാവിലെ തന്നെ കണി കണ്ടിട്ട് കുളിച്ച് റെഡിയായി അമ്പലത്തേക്ക് പോയിട്ടോ. അപ്പോൾ ചെന്നപ്പോൾ അബീനെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അബിയുടെ കൂടെ ഫോട്ടോ എടുക്കാനേ പറ്റിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും അച്ഛൻ്റെ കൂടെയാട്ടോ പോയതും വന്നതൊക്കെ. വീട്ടിലെത്തിയപ്പോഴേക്കും ചേട്ടൻ വിളിച്ച് ഉണ്ണിയുടെ ഫോട്ടോ അയക്കാൻ പറഞ്ഞു. പുതിയ ഡ്രസ്സാണ് ഇട്ടത്. അപ്പോൾ അതൊക്കെ എടുത്ത് ഫോട്ടോ അയച്ചു. പിന്നെ കയറിയപ്പോഴേക്കും അമ്മ ഞങ്ങൾക്ക് കൈ നീട്ടം തന്നു. അച്ഛനും ചേട്ടനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. സുനു അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേക്കും അമ്മ ഞങ്ങൾക്ക് വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ കൂടെ ശർക്കരപ്പാനിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കായിരുന്നു. നീരവിന് വലിയ ഇഷ്ടമൊന്നുമില്ല. അവൻ്റെ മുഖം കണ്ടറിയാം വേണോ വേണ്ടോ ചോദിച്ചിട്ടൊക്കെ കഴിക്കണം. അത് കണ്ടപ്പോൾ തന്നെ അച്ഛൻ വേഗം തേനൊക്കെ ഒഴിച്ചു തന്നു. അതുകൊണ്ട് തന്നെ 3-4 സ്പൂൺ അവൻ കഴിച്ചു. ആ ഒരു പേരിൽ ഞങ്ങൾ ഗുരുവായൂരമ്പലം നടയിൽ കണ്ടിട്ടാട്ടോ ഈ കഴിക്കാതിരുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം നല്ല സൗണ്ടൊക്കെ ആയിരുന്നു. പുതിയ TV ആണല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്ന്. പിന്നെ നീരവ് ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അമ്മ നനയ്ക്കായിരുന്നു. അത് കണ്ടിട്ട് അവനും നനയ്ക്കണം പറഞ്ഞ് ഇറങ്ങി. അതിൻ്റെ ഇടാറായതുകൊണ്ട് ഞാൻ അച്ഛനോട് വേഗം പോയി പാല് മേടിക്കുക, അപ്പോൾ നമുക്ക് പായസം വെക്കാമെന്ന് പറഞ്ഞാൽ അച്ഛൻ അതിന് പോയി കിടന്നു കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവരൊക്കെ കണി വെച്ച ഫ്രൂട്ട്സൊക്കെ മുറിച്ച് കഴിക്കാൻ തുടങ്ങി. ഞാൻ വേഗം പായസം വെക്കാനും ഇരുന്നു. സേമിയ പായസമായിരുന്നു കേട്ടോ. അമ്മേനോട് ഞാൻ വെക്കാത്താന്ന് പറഞ്ഞു. കാരണം പഞ്ചസാരയ്ക്ക് ഉരുക്കിയിട്ട് എനിക്ക് പാലട പോലെ വെക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇതേപോലെ വെക്കിടയിൽ ഞാനൊന്ന് വിഭവങ്ങൾ നോക്കാൻ പോയതാണ് കേട്ടോ. അടിപൊളി ചോറും പിന്നെ ക്യാബേജ് തോരൻ, സാമ്പാർ അമ്മ വെച്ചതാണ് കേട്ടോ. സാമ്പാർ ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങും മസാലക്കറി വെച്ച ഒരു കറി, പിന്നെ അവിയലും ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എടുക്കണതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അടുക്കളയ്ക്ക് പോയപ്പോൾ ആ പായസം കുറച്ച് തിളച്ച് പോയിട്ടുണ്ടായിരുന്നു. ഈ പായസം വെക്കാൻ ഞാൻ പഠിച്ചത് തന്നെ മഞ്ജുമ്മയുടെ കേട്ടോ. ഞാൻ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് സദ്യയൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഒരു കൊതിയായിരുന്നു. അപ്പോൾ അമ്മായി ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് തരും. അപ്പോൾ ഞാൻ ഇങ്ങനെ വെക്കുക ചോദിച്ചപ്പോൾ മാമനൊക്കെ ഇങ്ങനെ വെക്കണതാണ് ഇഷ്ടം. അപ്പോൾ അമ്മായി അങ്ങനെ വെക്കണ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ വെക്കാൻ തുടങ്ങി. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് കൊടുത്തപ്പോൾ തന്നെ എല്ലാവരുടെയും ഒരുവിധം തീർന്നു. പിന്നെ നീരവും ഒറ്റയ്ക്ക് ചൂടാറിയപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങി. ഞാൻ അവനും കൂടിയിട്ട് കഴിക്കാൻ വെച്ചിട്ടാണ് പാത്രത്തിലെടുത്തത്. പക്ഷേ ലാസ്റ്റായപ്പോൾ അവൻ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ പോയി എടുക്കുക ചെയ്തത്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിക്കണു. ആദ്യം തന്നെ പായസം കുടിച്ചുകൊണ്ട് തന്നെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വയറൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കഷ്ടപ്പെട്ട് എല്ലാവരും കഴിച്ചു. ഇതാ ഇത്ര കറികളും സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പപ്പടം ഞാൻ ലാസ്റ്റ് ആയപ്പോഴാണ് കാച്ചിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. വിഷു അടിപൊളിയായി. എല്ലാവരുടെയും വിഷു സൂപ്പറായില്ലേ. ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ ബൈ ബൈ, സീ യു.